സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരൊത്തു വലം പാകേ. ആരാധിച്ചു വണങ്ങുന്നു, നൽകാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയിലും നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. രുടെ പാപങ്ങൾ മരിക്കണമേ നിൻ കൃപയായി. മാമോദീസ വഴിയങ്ങേ സുതരാമോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരുടെ
മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായെന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാൻ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നിർഭനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. ഉന്നത നിർഭനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. മഹിമാ ഒഴുകും മണവരയെങ്കിൽ ചേർക്കണമീശോ. ഉന്നതനുകനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാവമോചനം നിന്റെ പക്കലാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗഭാഗ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലെ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഗദ്ഗതമെല്ലാം അറിയുന്നു. ലാസറിനെ പ്രതി വിലപിച്ചവൻ നിൻ ഗദ്ഗതമെല്ലാം അറിയുന്നു. പ്രിയരെയോർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ. പ്രിയരെയോർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ. കാൽവരി മേലെ സ്വയബലിയായോൻ നിറയും മിഴിനീർ നീക്കിയിടും. കാൽവരി മേലെ സ്വയബലിയായോൻ നിറയും മിഴിനീർ നീക്കിയിടും.
പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞ് സന്താപമെങ്ങും നിറഞ്ഞ് ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. കാണില്ലൊരൽപ്പം കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
അനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും, സംപ്രീതി എന്നിൽ വളർത്തും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കീഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെൻ്റെ മോദം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. എന്നെ പിതാവെന്ന പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
കൊണ്ടേ നിറച്ചാൽ എന്നെയാണാ ലോകമാദ്യം നന്നേ വെറുത്തതെന്നോർക്കിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും. ഒരു നാളിലെല്ലാം നിലയ്ക്കും പരിശോഭ നിങ്ങൾ കൊതിക്കും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. താതനെ വിട്ടു ഞാൻ വന്നു, ലോകത്തിലേക്കു ഞാൻ വന്നു. പോകുന്നു ഞാനിതാ വീണ്ടും താതനിൽ ചെന്നങ്ങു ചേരാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൽസുതരെ നിത്യവിരുന്ന് ചേർക്കണമേ. അവരാരവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാരണനാഥൻ കേൾക്കുമ്പോൾ പ്രകൃതി ജീവനുദിക്കുന്നു. പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സ്വാമേ തെളിവായെന്നുടെ നാഥാവിൽ തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായ ഞങ്ങളെ അനുഗമിക്കുകയും നിരതയാദിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ക്കളയുകയും ചെയ്യുമാറാകട്ടെ.
മഹനീയമായ നിത്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആകാശത്തിലും ഭൂമിയിലും കൃതജ്ഞനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിനും പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മൃഗരെല്ലാരും പിന്നെ വിളങ്ങും വചനമൊടുണരാൻ വരമരുളേണം. മൃഗരെല്ലാരും പിന്നെ വിളങ്ങും വചനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങ ഹൃദരെല്ലാരും പിന്നിടങ്ങും വരമരുളേണം. അന്ത്യമിഴാത്തോരവികബോധം മുരുകനാമൃതരെ മഹിമാവഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. ഹൃദരെല്ലാരും പിന്നിടങ്ങും വരമരുളേണം. തിരിച്ചുവെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാവും? കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം രക്ഷിക്കുവാനോടുകൂടെ സജീവവും ചെയ്തതായുമായി നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ പാടുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും തീരുമാനമായിരിക്കുന്ന നാഥനും ദൈവമായ മിശിഹായും നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അഗ്നിയോടും കൂടെ മാനമയങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ.
സമയത്ത് വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാക്ഷിക്കുന്ന ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ കരുണയുടെ നിലനിർത്തണമേ നല്ല വരത്തോലം കർത്താവിനെ ഞാൻ ആശ്രയിച്ചു, കർത്താവിനെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ ബദലായുസ്സും. കീർത്തനങ്ങൾ പാടും ഹൃദയാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. വരമരുളേണം മൃതരെല്ലാരും മിന്നി വിളങ്ങും പതനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെങ്കലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും പതനമുടുണരാൻ വരമരുളേണം. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, അഭിഷേകം അവന്റെ പക്കലാകുന്നു. ഇസ്രായേൽ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞാൻ വിളിക്കുന്നു മനുഷ്യർക്കുന്നവനെ സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നിന്റെ വിളിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവരും കരുണ നിറഞ്ഞവനും നീക്കുമാരും ആയ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മണ്ണമണിഞ്ഞവരെ മധ്യയോടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥന് ദൈവമായ നിന്റെ പുരുഷന്റെ അടയാളത്താൽ ദേവന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രദർശനാകിയ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അവർ അടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭം തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന് നിന്റെ കൃപയെ അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ഈ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ
ആലപിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനാനന്ദ കീർത്തനങ്ങൾ പാടും മൃതനാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുരരാണവരും നോർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യ മുതൽ നീക്കുവാമേൻ തെളിവായി എന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക്. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിന്തനമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. അന്തിമയാത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും വടവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസ്യെ വിളിക്കുകയും നിന്റെ വലതു ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തീരുമാനമായ വിധികർത്താവെയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഈ സഹോദരിയുടെ ആത്മാവിനെയും വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും അങ്ങ് സ്വീകരിക്കണമേ. അവിടെ അങ്ങയുടെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചേച്ചിയുടെ വേർപാടുകൾക്കായിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ അന്ത്യ ശുശ്രൂഷയിൽ നമുക്ക് വളരെ ആത്മാർത്ഥമായി പങ്കുകൊള്ളാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി തന്നെ ആശീർവദിക്കണമേ.
ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനാദിയവുമേയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ വ്യാപനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടികുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ശിവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചില കാലം ആനന്ദത്തോട് വാണിടുവാൻ വരമീദാസിക്കരുളേണം. കർത്താവലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം
ക്ഷേമിക്കും അനുജന അന്തിമ ദിവസമയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെന്നെ നിറുത്തണമേ. നല്ലൊരുത്തോലം പാകി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖമാരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 5-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രന്റെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹനിറഞ്ഞ വൈദികരെ, പ്രിയപ്പെട്ട സ്റ്റീഫൻ, നമ്മൾ ഇന്ന് വേർപെട്ടു പോയ ലീലാമ്മ ചേച്ചിയുടെ ബന്ധുമിത്രങ്ങളെ, സ്നേഹമുള്ള ഇടവക ജനങ്ങളെ, ഈ വഴിയുടെ മുമ്പിൽ, ഈ വീടിന് മുമ്പിൽ കടന്നു പോകുമ്പോൾ ഞാനിവിടെ വികാരിച്ചനായി വരുന്നതിന് മുമ്പ് ഇതിൽ പലതവണ കടന്നു പോകാനിടയായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിറയെ പൂക്കളും ചെടികളും ഒക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ആരാണ് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഈ ലോല ഹൃദയത്തിന്റെ ഉടമ? പരിചയമില്ലാത്തത് കൊണ്ട് ഇവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല. വികാരിച്ചനായി വന്ന ശേഷം വീട് സന്ദർശിക്കാനും വെഞ്ചരിക്കാനും വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റീഫനെയും അദ്ദേഹത്തിൻ്റെ പത്നി ലീലാമ്മയും പരിചയപ്പെടുന്നത്. അവരുമായി ബന്ധത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഞാൻ പറയട്ടെ, രണ്ടാമതൊരിക്കൽ കൂടി സൗഹൃദം പങ്കിടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ബന്ധമാണ് അവരെപ്പോഴും ഇവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവശേഷിപ്പിക്കുക. വീണ്ടും മരണം. സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിരുന്നത്
വളരെ ഉപരിപ്ലവമായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കില്ല. എപ്പോഴും ആത്വികമായതും ചെടികളും പൂക്കളും മത്സ്യങ്ങളും ആത്മീയമായ കാര്യങ്ങളും സംസാരിക്കും. അതൊരിക്കലും ബോറടിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും കാണണം, ഇനിയും എന്തൊക്കെയോ ലഭിക്കുവാനുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മുൻവിധികളില്ലാതെ സ്വീകരിക്കുന്ന ബോറടിപ്പിക്കാത്ത ഒരു സൗഹൃദത്തിൻ്റെ ഉടമയാണ് സ്റ്റീഫനും അദ്ദേഹത്തിൻ്റെ പത്നി ലീലാമ്മ എന്ന് വിളിക്കപ്പെടുന്ന ആനിയും. ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് ബാലുശ്ശേരിയിൽ നിന്ന് മുരളി എന്നൊരാൾ വിളിക്കുന്നത് പള്ളിയിലേക്ക്. നിസ്മ എന്ന സ്ഥാപനത്തിലെ വ്യക്തികൾക്ക് അപകടം പറ്റിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഒന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്ത ഫോൺ വന്നു, ലീലാമ്മ മരിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കാനാവില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, വെരി ബാഡ് ന്യൂസ് എന്നാണ് മനസ്സിൽ അല്ലെങ്കിൽ നാവിൽ തുപ്പത്ത് വന്നത്. ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് അവരുടെ വ്യക്തിത്വം അപ്രകാരമുള്ളതായിരുന്നു എന്നല്ല. ഞാൻ ആദ്യം ഓർത്തുപോയത് സ്റ്റീഫൻ എങ്ങനെ പ്രതികരിക്കും. കാരണം സ്റ്റീഫൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് സ്റ്റുഡൻസിൽ പറഞ്ഞെടുക്കുന്ന ഒരു വചനം, ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്, എല്ലാം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന്. ഞാൻ ചിന്തിച്ചു, അദ്ദേഹം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റെന്ത് പറയും. കൊച്ചച്ഛൻ രാവിലെ ഒഫീസിൽ ചെല്ലാനും ആശ്വസിപ്പിക്കാനും വന്നപ്പോൾ സ്റ്റീഫൻ ആദ്യം പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, എല്ലാം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് വെറും ഒരു വാചക കസരത്തല്ല, ജീവിതത്തിൽ കണ്ടെത്തിയ പരമമായ സത്യമാണ്. ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. 68 വയസ്സിൽ, അധികം പ്രായമൊന്നുമല്ലത് ഇന്നത്തെ കാലഘട്ടത്തിൽ. വേർപിരിഞ്ഞ ലീലാമ്മയുടെ ജീവിതം, വ്യക്തിത്വം എന്ന് വിശകലനം ചെയ്യുമ്പോൾ ചെമ്മാച്ചൽ കുടുംബത്തിലെ കെട്ടിക്കുഞ്ഞ് ചേട്ടൻ്റെ 12 മക്കളിൽ മൂത്തയാളാണ്. അവരുടെ പ്രൊഫഷൻ നഴ്സായിരുന്നു. കുഷ്ഠരോഗികളുടെ ഇടയിൽ 12 വർഷക്കാലം സേവനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഇതൊരു വിളിയായി സ്വീകരിച്ച് സേവനം ചെയ്തു. പിന്നെ 12 വർഷക്കാലം ഒറീസയിൽ സന്നദ്ധ സംഘടനകളുടെ പ്രൊമോട്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അവരിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു, നമുക്കൊക്കെ അനുകരിക്കാവുന്ന ഒരു കാര്യം, മാതാവിനോടൊരു ഭക്തിയാണ്. നിസ്മ നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരിടാൻ കാരണവും അവർ വീടിനുള്ളിലും മാതാവിൻ രൂപം ഇരിപ്പുണ്ട്. എല്ലാ 2 വർഷവും വേളാങ്കണ്ണിയിൽ ഉദ്ഘാടനം നടത്തുന്നു. കാരണം ആ മാതാവിനോടുള്ള ഭക്തിയുടെ ഫലമായിട്ട് കാലിൻ്റെ രോഗം അത്ഭുതമായി മാറിയ സംഭവവും അവർ ഓർമ്മിപ്പിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുക ഈ പ്രകൃതിയോടുള്ള സ്നേഹമാണ്. നിങ്ങൾക്കറിയാം, മനസ്സും പൂക്കളും ഒരുപോലെ, പൂക്കളെ സ്നേഹിച്ച ഒരു വ്യക്തി. അത് ഒരു ഫാഷന് വേണ്ടിയിട്ടല്ല, അവരുമായി ഇടപെടുന്ന ഏത് വ്യക്തിയും എന്നോട് പ്രചരിക്കുന്ന ഒരു കാര്യം ഇതാണ്, മറ്റുള്ളവരെ വളർത്താനായിട്ട് യാതൊരു പിശുക്കും കാണിക്കാത്ത, സമ്പന്നതയുള്ള, അസൂയാലുവൻ അല്ലാത്ത, നിറയെ കഴിവുകളുള്ളൊരു വ്യക്തി. ഈ വീടുകളിലേക്ക് കയറി നോക്കിയാൽ ഒത്തിരി പെയിന്റിങ്ങുകളുണ്ട്. ഞാൻ ഇന്നലെ ക്രാഫ്റ്റ് വില്ലേജിൽ പോയപ്പോൾ ഞാൻ ഒരു ഓർത്തിരുന്നു, അവിടെ പെയിന്റിങ് ചെയ്ത കലാകാരന്മാരുമായി സംസാരിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഈ ലീലാമ്മ എന്ന വ്യക്തിയാണ്. ഒരു കലാകാരൻ്റെ ഹൃദയം അത് ക്യാൻവാസിൽ പതിയുന്നത് അത്ഭുതത്തോടെ നോക്കി പതിയാണ്. ഇന്നലെ കലയെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സ്നേഹിക്കും. അതോടൊപ്പം തന്നെ വ്യക്തമായ കാഴ്ചപ്പാട്, മതപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ലീലാമ്മ. സൗഹൃദത്തിൻ്റെ ഉടമയായിരുന്നു. എല്ലാവരിലും ഒരു നന്മയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പിശുക്കില്ലാതെ മറ്റുള്ളവരെ പ്രശംസിക്കുകയും അവരുടെ നന്മ കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിത്വം. ഈ അവസരത്തിൽ അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ മരണം പെട്ടെന്ന് പിടികൂടി. ഞാൻ ഒരുപക്ഷെ ചിന്തിക്കും, എല്ലാ ദിവസവും രാവിലെ 6:30 കുർബാനയ്ക്ക് പള്ളി വരിക. പള്ളിയുടെ വലതുവശത്തെ ആ വിങ്ങിൽ
6:15 ഞായറാഴ്ച കുർബാനയ്ക്ക് 6 മണിക്ക് തന്നെ ഉണ്ടായിരിക്കും അവിടെ. ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു വന്നിട്ടുണ്ടോ എന്ന്. അതിൻ്റെ ഓപ്പോസിറ്റ് വിങ്ങിൽ സ്റ്റീഫനും ഉണ്ടാവും. ഞാൻ അവസാനമായി സംസാരിച്ചത് അവരോട് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു. ഫോണിൽ സംസാരിച്ചു. അന്ന് തന്നെ സ്റ്റീഫനും ഫാദർ തോമസും എന്നെ സന്ദർശിക്കാൻ വന്നിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷകരമായി പിരിഞ്ഞിരുന്നു. വളരെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പള്ളിയിൽ നിന്നും ഒരു ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു. സ്റ്റീഫൻ പറഞ്ഞു, ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് എനിക്ക് ആരും നൽകിയിട്ടില്ല, അച്ഛനെ നൽകിയത് ഭക്ഷണ സമയത്ത് വന്നപ്പോഴും കിട്ടിയിട്ടില്ല. തമാശ പറഞ്ഞു. അങ്ങനെ ചിരിച്ച് ഞങ്ങൾ വേർപിരിഞ്ഞതാണ്. പക്ഷേ പിന്നീട് കണ്ടുമുട്ടുന്നത് ഈ അവസ്ഥയിലാണ്. നമുക്ക് ഇതിനൊന്നും ഉത്തരം കണ്ടെത്താൻ കഴിയുകയില്ല. എല്ലാം ദൈവത്തിന്റെ ഉപരിമഹത്വത്തിന്. ദൈവം തൻ്റെ നന്മയ്ക്ക് വേണ്ടി താൻ വലിയവനായതുകൊണ്ട് എല്ലാം നന്മയ്ക്കായി തീർക്കുന്നു. അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് കാണാൻ ശ്രമിക്കാം. ഈശോ പറയുന്നു, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അതേ കാഴ്ചപ്പാടാണ് നമ്മുടെ വിളക്ക്. മരണത്തെയും നമുക്കങ്ങനെ കാണാൻ ശ്രമിക്കാം. പൗലോസ്യ പറയുന്നു, മറ്റുള്ള മനുഷ്യർ ചെയ്യുന്നതുപോലെ പ്രത്യാശയില്ലാത്തതുപോലെ നിങ്ങൾ കരയരുത് മരണത്തെ ഓർത്തിട്ട്. കാരണം മരണം ഒരു കവാടമാണ്. മരണം ഒരു കടന്നുപോകലാണ്. അപ്പുറത്ത് അനശ്വരത കാത്തിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ചിന്തയോടുകൂടെ ഈ മരണത്തെ സമീപിക്കാം. പ്രത്യേകിച്ച് സ്റ്റീഫനോട് പറയാനുള്ളത്, ഞങ്ങൾ കൂട്ടിനുണ്ട്, ഒറ്റപ്പെടരുത് എന്ന വിഷമമുണ്ടാകരുത്. ഞങ്ങൾ എപ്പോഴും കൂട്ടിനുണ്ട്. കാരണം ഒരു കൂട്ടമാണ്, ഒരു കൂട്ടായ്മയാണ്. സഭ എന്ന് പറയുന്നത് വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹമാണ്. ആരും മണ്ണിലില്ല. വിശുദ്ധ കുർബാന നമുക്കറിയാം കൂട്ടായ്മയാണ്, പരിശുദ്ധമായ സമാഗമം. അവിടെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. എല്ലാവരുടെ ദുഃഖങ്ങളും ഏറ്റുവാങ്ങി ആ ഈശോയിൽ ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മരണം എന്നും കൂട്ടത്തിലുണ്ട്. അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. ജിബ്രാൻ പറയുന്നു, മരണത്തിന്റെ രഹസ്യം ഞങ്ങൾ ഗ്രഹിക്കും, പക്ഷേ ജീവിതത്തിന്റെ ഹൃദയത്തിൽ അന്വേഷിക്കാതെ അതെവിടെയാണ് കണ്ടെത്തുക? അത് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്. മരിക്കുന്ന മനുഷ്യന്റെ ബ്രെയിൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുട്ടിയും മരിക്കുന്ന വ്യക്തിയും രണ്ടും അറിയുന്നതാണ്. നമ്മളാണ് മരണം കാണുന്നത്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അനുഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരുപക്ഷെ മരണവേദന എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമാണ്, അങ്ങനെ വേദന ഇല്ലതാണ്. പക്ഷേ എപ്പോഴാണ് മരണത്തെ അന്വേഷിക്കുക, അല്ലെങ്കിൽ മരണം എവിടെ കണ്ടുമുട്ടുക? ജിബ്രാൻ പറയുന്നു, മരണത്തിന്റെ രഹസ്യം ഗ്രഹിക്കും, പക്ഷേ ജീവിതത്തിന്റെ ഹൃദയത്തിൽ അന്വേഷിക്കാതെ അതെവിടെയാണ് കണ്ടെത്തുക? ഒരു മനുഷ്യനും, ജീവിക്കുന്ന മനുഷ്യനും മരണവുമുണ്ട്. ജീവിക്കുമ്പോൾ മരണത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ മരണമാണ് യാഥാർത്ഥ്യം. അതെ, ഈശോ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് പിന്നാലെ വരട്ടെ. അങ്ങനെ ഓരോ നിമിഷം മരണത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ മരണം ഒരു ഭീകരതയെ നമ്മളെ വന്ന് പിടികൂടുകയില്ല. അതുകൊണ്ട് മരണം എപ്പോഴും കൂട്ടത്തിലുണ്ട്. നാളെ അല്ല ഇന്ന് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവസാനം മരണം ഒരു പ്രതിസന്ധി ആയിരിക്കുകയില്ല. അത് നിത്യജീവിതത്തിന്റെ ഒരു കവാടമായിരിക്കും. അതെ, ജീവിതം ഒരു യാത്രയാണ്. അവസാനം എത്തിച്ചേരുന്ന കവാടമാണ് മരണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഉണ്ടെന്ന് നമുക്കറിയാം. ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മരണം തീർച്ചയായിട്ടും നന്മയ്ക്ക് വരികയുള്ളൂ എന്ന് വിശ്വസിക്കാം. ഒരിക്കൽ കൂടി ഈ ലീലാമ്മയുടെ ആകസ്മികമായി വേർപാട് വേദനിക്കുന്ന സ്റ്റീഫനും കുടുംബാംഗങ്ങൾക്കും ചെമ്മാച്ചർ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നേർന്നുകൊണ്ട് തുടർന്നുള്ള കർമ്മത്തിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാം. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താലങ്ങളെ സൃഷ്ടിക്കുകയും മുതലുമായ പ്രകാരങ്ങളെ രക്ഷിക്കുകയും സഹായി എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തത്തിന്റെ രക്ഷി ആത്മാവിന്റെ അപരാധങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രധാന സിദ്ധായ വിധ ദിവസത്തിൽ അങ്ങേ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർത്തിന്റെ വിശുദ്ധായും കരയുന്നവരുടെ കണ്ണുനീർ കുറയ്ക്കുകയും അവയെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നവനുമായ വിശുദ്ധായി ദാസിയുടെ പാപങ്ങൾ കൊടുക്കുകയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും
ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെടുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിദ്വാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഐക്യത്തിലും നിത്യാനന്ദ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ജാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഒരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മുരളൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമേരും ഞാനാകുന്നു, കരയരു ദൈവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പിതൃക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതേ
ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ
അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ. അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു. ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ. അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തെ പ്രവേശിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന് രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ ഭൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നീനെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന് ജീവനത്താലെ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരളിച്ച് സകലത്തിന്റെയും നാഥരാജ്യവും നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിസ്തുതാശകൾ അത്യുന്ന ദൈവത്തിന്റെ ന്യായസന്നത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
നമുക്കിപ്പോൾ അന്തിമ അർപ്പിക്കാം. അതിനായിട്ട് ആരാധിച്ചു ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിൽ ചേർക്കണമേ. വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്ന കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥാനൻ തിരുമിനിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുവാമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. അമീൻ അമീൻ ഉദ്ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. അവനിക്ക് അവിടെ വിശുദ്ധീകരിച്ച കർത്താവ് എന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. നാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും. മരിച്ചവരെ അർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. ദാസീതിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശിയിൽ ഉത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കർത്താവിൻ ദാസീതിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മൃതിയോർത്തിന് നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. കർത്താവിൻ ദാസീതിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ എന്ന് ഞാൻ തേടി വിളിക്കുന്നു. പരിശുദ്ധി ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവതായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വളർത്തുവാത്മാവുമായ സർവ്വത്തിന്റെ കർത്താവെ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. താനും പ്രദേശം മരണപ്പെടുന്നവരെ നീ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കാലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ ചേർച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം
തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ പൊഴിഞ്ഞു പോകാം, പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങൾ